ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. ഈന്തപ്പഴം അതായത് ഡേറ്റ്സിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ ധാരാളമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് വയറിന് വളരെ നല്ലതാണ്. നല്ല ശോധന കിട്ടും. കോൺസ്റ്റിപ്പേഷൻ, വയർ ഉറച്ചിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വയറ് നല്ലോണം വയറ്റുന്ന ശോധന കിട്ടാൻ ഈന്തപ്പഴം സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായമായ പ്രമേഹ രോഗികളൊക്കെ പൊതുവേ പ്രമേഹ നരമ്പിനെ ബാധിക്കുന്നത് കൊണ്ട് വയർ ഉറച്ചു പോകുന്ന ആളുകളായിരിക്കും. അവർക്ക് ഈന്തപ്പഴം നല്ലതാണ്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഈന്തപ്പഴം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുന്നത് കുറവാണ്. മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് 1-2 ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്, കുഴപ്പമില്ല. അവർ ഫൈബർ ഉള്ളത് കൊണ്ട് ഈന്തപ്പഴം ധാരാളം 100 ഗ്രാം ഈന്തപ്പഴത്തിൽ 7 ഗ്രാം ഫൈബറാണ്. അപ്പോൾ അത്രയും ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസ് വരുള്ളൂ, വളരെ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ഈന്തപ്പഴം നല്ലതാണ്. 1. 2, ഈ ഫൈബർ ധാരാളമുള്ള ഭക്ഷണം കുറേ കാലം നമ്മൾ കഴിക്കുമ്പോൾ പൊതുവേ വയറിലെ കോളോറെക്ടൽ ക്യാൻസർ, അതായത് വയറിന് വരുന്ന ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യത കുറയും. ഫൈബറുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, വയറിന് ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യത കുറയും ഈ ഫൈബർ ധാരാളമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ. രണ്ടാമത്, ഈന്തപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഗുണം അത് രക്തസമ്മർദ്ദം, അതായത് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. ഈ പ്രഷർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഈന്തപ്പഴം നല്ലതാണ്. പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും, ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഈന്തപ്പഴം നല്ലതാണ്. ഈന്തപ്പഴത്തിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ മെഗ്നീഷ്യത്തിൻ്റെ പ്രത്യേകത അത് മസിൽസിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, നരമ്പുകൾക്ക് നെർവ് ഫംഗ്ഷന് നല്ലതാണ്. അതുപോലെ എല്ലുകൾക്ക് ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന ഒരവസ്ഥയെ തടയുന്നതിന് ഈന്തപ്പഴം സഹായിക്കും. ഇപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ എല്ലിനൊക്കെ ബലം വെക്കുന്നതിന് വേണ്ടി ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈന്തപ്പഴത്തിൽ നമുക്കറിയാം അയേൺ ഉണ്ട്. ഈ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് കമ്മിയുള്ള ആളുകൾ, രക്തം കുറവുള്ള ആളുകൾക്ക് രക്തത്തിൻ്റെ അളവ് കൂടുന്നതിന് ഈന്തപ്പഴം സഹായിക്കും. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതിന് ഈന്തപ്പഴം സഹായിക്കും. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി ഉത്തേജിപ്പിക്കുന്നതിനുള്ള കഴിവ് ഈന്തപ്പഴത്തിനുണ്ട്. വൈറ്റമിൻ B6 അടങ്ങിയതുകൊണ്ട് ഈന്തപ്പഴത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല എനർജി സോഴ്സാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യായാമം ചെയ്യുന്ന ആളുകൾക്കുണ്ട്, ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ശേഷം ഈന്തപ്പഴം കഴിച്ചാൽ വളരെ ഊർജ്ജം കിട്ടും. ആ ഊർജ്ജം കുറേ സമയം നിലനിൽക്കുകയും ചെയ്യും. ക്ഷീണം കുറവായിരിക്കും. സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് അസുഖങ്ങളും ടെസ്റ്റിൽ കുഴപ്പമൊന്നും കാണാത്ത ആളുകൾ, ക്ഷീണം എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് നല്ല ഗുണം കിട്ടും. ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് അവർക്ക് അത് ജ്യൂസ് അടിക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് രക്തത്തിലൊരു എനർജി കിട്ടുന്നതിന് ഈന്തപ്പഴം സഹായിക്കും. പിന്നെ ഈന്തപ്പഴത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. കരോട്ടിനോയിഡ്സ് പോലെയുള്ള, ഫെനോളിക് ആസിഡ് പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. എന്താ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് എന്താ വെച്ചാൽ അത് സ്ഥിരമായിട്ട് ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അൾട്രാവയലറ്റ്, നല്ല ഉച്ചക്ക് വെയിൽ കൊള്ളും, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വിധേയമാകുമ്പോൾ ഒക്കെ ബോഡിയിൽ ആ ഫ്രീ റാഡിക്കൽസ് ദിവസവും നമ്മുടെ ബോഡീൻ്റെ നോർമൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ശരീരത്തിന് അതിനെ പുറന്തള്ളാനുള്ള കഴിവുണ്ട്. എന്നാൽ ഈ ഫ്രീ റാഡിക്കൽസിനെ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രത്യേകത, ഇത് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് കോശങ്ങളെ നശിപ്പിക്കുക, അത് DNA ഡാമേജ് ആക്കാൻ കഴിവുണ്ട്. അങ്ങനെ കുറേ കാലം ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാവുക, അതുപോലെ ഹാർട്ടിന് അൾഷീമേഴ്സ്, ബ്രെയിൻ പിന്നെ ഡാമേജ് ആകും, അൾഷീമേഴ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഈന്തപ്പഴത്തിനുണ്ട്. ഈന്തപ്പഴത്തിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈന്തപ്പഴം ഒരുപാട് ഗുണങ്ങളുള്ള, പിന്നെ നമ്മുടെ സ്പേം കൗണ്ട് കൂട്ടാനുള്ള കഴിവുണ്ട്. അതുപോലെ ഗർഭിണികൾക്ക് പിന്നെ പ്രസവം എളുപ്പമാക്കാനുള്ള കഴിവുണ്ട്. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ ഈന്തപ്പഴം സഹായിക്കും. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈന്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രമേഹ രോഗികൾ 1-2 ഒക്കെ കഴിച്ചാൽ മതി. അല്ലാത്ത ആളുകൾ കുറച്ച് അധികം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ അതിൽ നല്ല ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ട് അവർ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഈന്തപ്പഴം നമ്മൾ ഏറ്റവും പ്യുവറായിട്ടുള്ള ഈന്തപ്പഴം വാങ്ങുന്നത് നല്ലത്. പിന്നെ എന്തെങ്കിലും മധുരമൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഈന്തപ്പഴം ഉപയോഗിക്കേണ്ട, സാധാ നാച്ചുറൽ ആയിട്ടുള്ള ഈന്തപ്പഴം എപ്പോഴും വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈന്തപ്പഴം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ലവ് യു ഓൾ. താങ്ക് യു.